ഹായ് ഫ്രണ്ട്സ്, അടീനപ്പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കീടനാശിനികളെയും കീടങ്ങളെയും കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ നമുക്ക് വളപ്രയോഗം എങ്ങനെയാണ് അടീനിയം ചെടികൾ നന്നായി വളർന്ന് പൂവിടാനുള്ളത് നമുക്ക് നോക്കാം. നമ്മളിതിൽ മെയിനായിട്ട് നഴ്സറികളിൽ ഉപയോഗിക്കുന്ന വളങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് സീവീഡ് എക്സ്ട്രാക്റ്റ്. ഇത് കടലിലെ ചില ആൽഗകളെ എക്സ്ട്രാക്റ്റ് ചെയ്ത് കോൾഡ് പ്രോസസ്സിലൂടെ ഉണ്ടാക്കുന്ന ഒരു ബയോ സ്റ്റിമുലൻ്റ് ആണ്. ഇത് നമ്മൾ മെയിനായിട്ട് വിത്ത് ഒരു 3 ആഴ്ച 4 ആഴ്ച പാകമൊക്കെ ആകുമ്പോൾ ഇത് ഉപയോഗിക്കും. ഇതിപ്പോൾ ഒരു 1.5 ആഴ്ച 2 ആഴ്ചയായിട്ടുള്ള വിത്തുകളാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൽ സീവീഡ് എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്യാൻ സ്പ്രേ ചെയ്യാണ്. ഇത് 3 ml/ലിറ്റർ വാട്ടർ എന്ന രീതിയിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇലകളിലല്ല, താഴെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തായിട്ട് NPK 19-19-19 ആണ്. ഇതൊരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു വളമായിരിക്കും. ഇത് നമ്മൾ നോർമലി ഗ്രോത്ത് സ്റ്റേജിലാണ് ഇത് കൊടുക്കുന്നത്. ഇതിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ 19-19-19 റേഷ്യോയിലാണ് അടങ്ങിയിട്ടുണ്ടാവുക. അടുത്തതായിട്ട് 30-10-10 NPK. ഇതിൽ നൈട്രജൻ കണ്ടൻ്റ് ആണ് 30, ബാക്കി ഫോസ്ഫറസ്, പൊട്ടാസ്യം 10-10 ആണ്. ഇത് ഏറ്റവും കൂടുതൽ ഇലകൾ തണ്ടുകൾക്കും ബലം വരാനും അത്യാവശ്യം പച്ചപ്പിൽ വളരാൻ വേണ്ടിയിട്ട് വേണം. പൊട്ടാഷാണ് അടുത്തതായിട്ട്. പൊട്ടാഷ് നമുക്ക് അറിയാം, ഫ്ലവറിങ് സ്റ്റേജിലാണ് നമ്മൾ പൊട്ടാഷ് കൊടുക്കേണ്ടത്. പൊട്ടാഷ് അത്യാവശ്യം നല്ല ഫ്ലവറിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. NPKയും പൊട്ടാഷും നമ്മൾ 2 gram/ലിറ്റർ എന്ന തോതിലാണ് ഡയല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലീഫിൽ വേണമെങ്കിൽ ഫോളിയർ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം. അടുത്തത് നാനോ DAP ആണ്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു DAP വളമാണ്. ഇത് നമ്മൾ 2 ml/ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വളങ്ങളെല്ലാം കൊടുക്കുന്നത് നമ്മളെപ്പോഴും രാവിലെ ഒരു 7 മണി വെയിൽ ആവുന്നതിന് മുമ്പാണ് കൊടുക്കേണ്ടത്. കെമിക്കൽ വളം ആയതുകൊണ്ട് തന്നെ സ്പ്രേ ചെയ്യുമ്പോൾ നല്ല ഗ്ലൗസ്, മാസ്ക് എന്നിവ ധരിച്ചിട്ട് വേണം ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അളവുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടി തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ അളവിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇത് മഞ്ഞുകാലത്ത് ഒരിക്കലും ഡോർമൻസി പീരീഡിൽ ഉപയോഗിക്കരുത്. പിന്നീട് നല്ല വെയിലുള്ള സമയങ്ങളിൽ രാവിലെ മാത്രം വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. മന്ത്ലി വൺസ് അല്ലെങ്കിൽ 2 വീക്കിൽ വൺസ് ആയിട്ട് നമുക്കിതെല്ലാം ആൾട്ടർനേറ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അടീനിയത്തിന് ഒരുപാട് വളപ്രയോഗം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നാച്ചുറലായിട്ട് കിട്ടുന്ന മഴ, വെയിൽ, ഇവ രണ്ടുമാണ് അടീനിയത്തിൻ്റെ ഗ്രോത്ത് നിശ്ചയിക്കുന്നത്. മഴയിൽ ധാരാളം നൈട്രജൻ കണ്ടൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കോഡക്സ് അത്യാവശ്യം വണ്ണം വയ്ക്കാനൊക്കെ ഈ മഴ സഹായിക്കും. ഇതിനായിട്ട് നമ്മൾ നല്ല ഡ്രൈനേജ് ഉള്ള ഒരു പോട്ടിംഗ് മിക്സിൽ പ്ലാന്റ് വെക്കുക എന്നുള്ളതാണ് ഔട്ട്ഡോർ കീപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. രണ്ടാമത് വെയിൽ ഒരു ദിവസം ഒരു 6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് പ്ലാന്റ് വെച്ചിരിക്കണം. ഇനിയും കൂടുതൽ ഉപയോഗപ്രദമായ ടിപ്സ് കിട്ടാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ. വളപ്രയോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.